നമസ്കാരം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു. കേരള കാർഷിക സർവകലാശാല ഫലവർഗ ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കരയിൽ വെച്ച് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിളപരിപാലനം എന്ന വിഷയത്തിൽ 22/1/2025 ഒരു ദിവസത്തെ പരിശീലന പരിപാടി നടത്തുന്നതാണ്. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9605612478 എന്ന നമ്പറിൽ വിളിച്ച് 20/1/2025 തീയതിക്ക് മുമ്പായി രജിസ്റ്റർ ചെയ്യേണ്ടതും പരിശീലന ഫീസായ 1000 രൂപ QR കോഡ് വഴി മാത്രം അടയ്ക്കേണ്ടതുമാണ്. പരിശീലനം വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് കേരള കാർഷിക സർവകലാശാലയുടെ പരിശീലന സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. ഏതെങ്കിലും കാരണത്താൽ പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ലെങ്കിൽ അടച്ച തുക തിരികെ നൽകുന്നതല്ല. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വെച്ച് 2025 ജനുവരി 20 മുതൽ 24 വരെ 5 ദിവസങ്ങളിലായി ശാസ്ത്രീയ പശുപരിപാലനം പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. താൽപ്പര്യമുള്ള ക്ഷീര കർഷകർക്ക് ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം മുഖേന നേരിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ എപ്പോഴെങ്കിലും ഇതേ പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. പരിശീലനാർത്ഥികൾ 2025 ജനുവരി 18 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പും ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും പരിശീലനത്തിനെത്തുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. കുട്ടനാട്ടിൽ പുഞ്ചകൃഷി ഇറക്കിയ പാടശേഖരങ്ങളിൽ ബാക്ടീരിയകൾ ഇലകരിച്ചിൽ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഇളം മഞ്ഞ നിറത്തിൽ നെല്ലോലയുടെ അരികുകളിൽ രൂപപ്പെട്ട് ഇലയുടെ അഗ്രഭാഗം മുതൽ താഴേക്ക് ഇരുവശങ്ങളിൽ കൂടിയോ ഞരമ്പ് വഴിയോ കരിഞ്ഞു പോകുന്നതാണ് രോഗലക്ഷണം. മിക്കപ്പോഴും കൃഷിയിടത്തിന്റെ അരികു ചേർന്നായിരിക്കും രോഗലക്ഷണങ്ങൾ ആദ്യം പ്രത്യക്ഷപ്പെടുക. ഈ സമയത്ത് 20 ഗ്രാം പച്ചച്ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തളിച്ചു കൊടുക്കുക. ബ്ലീച്ചിങ് പൗഡർ 1 ഏക്കറിന് 2 കിലോഗ്രാം എന്ന തോതിൽ തുണിയിൽ ചെറുകിഴികളായി കെട്ടി വെള്ളം കയറുന്ന ഭാഗങ്ങളിൽ ഇട്ടുകൊടുക്കുന്നത് വെള്ളത്തിലൂടെയുള്ള രോഗവ്യാപനം തടയുന്നതിന് സഹായകമാണ്. ഇനി വിതയ്ക്കാനുള്ള പാടങ്ങളിൽ രോഗപ്രതിരോധത്തിനായി സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് ഉപയോഗിച്ച് വിത്ത് പരിചരണം നടത്താം. സ്യൂഡോമോണസ് 1 ഏക്കറിന് 1 കിലോഗ്രാം 20 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്കുമായി ചേർത്ത് വിതറിക്കൊടുക്കുന്നത് രോഗപ്രതിരോധത്തിന് സഹായിക്കും. സംയോജിത വളപ്രയോഗ മാർഗങ്ങൾ അവലംബിക്കണം. നൈട്രജൻ വളങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കണം. ഒപ്പം രോഗലക്ഷണങ്ങൾ കാണുന്ന പാടങ്ങളിൽ ഓരോ വളപ്രയോഗത്തിനൊപ്പവും ശുപാർശ ചെയ്തതിനേക്കാൾ 20% അധികം പൊട്ടാസ്യം നൽകുന്നത് രോഗപ്രതിരോധത്തിന് സഹായിക്കും. രോഗവ്യാപനം കൂടുതലാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ആന്റിബയോട്ടിക് അല്ലെങ്കിൽ TDL, ആന്റിബാക്, കോപ്പർ കലർന്ന പദാർത്ഥങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ശുപാർശ ചെയ്യുന്ന അളവിൽ ഇലകളിൽ തളിച്ചു കൊടുക്കാം. കൂടുതലായി ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രത്തിലെ ഫീൽഡ് തല ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9633815621 അല്ലെങ്കിൽ 7034342115 എന്നീ ഫോൺ നമ്പറുകൾ ബന്ധപ്പെടുക. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ജില്ലയിൽ ഉൾനാടൻ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ 2025-26 വർഷം ചേരുവാൻ അംഗീകൃത മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 18 മുതൽ 60 വയസ്സ്. ഫിഷറീസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തവരും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി അംഗത്വമുള്ളവരുമായിരിക്കണം. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 2024 മാർച്ച് വരെ തുക അടച്ചതിന്റെ രസീത്, ക്ഷേമനിധി പാസ്ബുക്ക്, റേഷൻ കാർഡ്, ഏതെങ്കിലും ദേശസാൽകൃത അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ അക്കൗണ്ട് എടുത്ത പാസ്ബുക്കിന്റെ പകർപ്പ്, 6 മാസത്തിനകം എടുത്ത 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ജനുവരി മാസത്തെ ഗുണഭോക്തൃ വിഹിതം 2 ഗഡുവായ 500 രൂപ എന്നിവ സഹിതം തിരുവനന്തപുരം മത്സ്യഭവൻ ഓഫീസിൽ ജനുവരി 23, 24 തീയതികളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഫോൺ നമ്പർ 0468296720 അല്ലെങ്കിൽ 9400005123. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.